നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ടി പത്മനാഭൻ്റെ 2 കഥകളിലെ കഥാപാത്രമായിരുന്നു എന്നതാണ്. ഇനി ജീവിതം എത്ര മുന്നോട്ട് പോയാലും ടി പത്മനാഭൻ്റെ 2 കഥകളിൽ ഞാൻ കഥാപാത്രമായിരുന്നു. അതും 20 വയസ്സിന് മുൻപ് എന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ സംഗതിയാണ്. പണ്ട് ടി പത്മനാഭൻ കഥകൾ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായൊരു സംഗതി, അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് കുട്ടികളില്ല, പക്ഷേ ഒരു കുട്ടി ഉണ്ടാകുന്നെങ്കിൽ അതൊരു പെൺകുട്ടിയാകണം എന്ന് നിരന്തരം അഭിമുഖങ്ങളിലൊക്കെ പറയുന്ന ടി പത്മനാഭനെ വായിക്കുമ്പോൾ എൻ്റെ കൗമാരകാലത്ത് തോന്നിയ ഒരു വലിയ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെ പിന്തുടർന്ന് ടി പത്മനാഭന് കത്തയക്കുന്നത് അക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആനന്ദമായിരുന്നു. അങ്ങനെ കത്തയക്കുമ്പോൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് പോലെയായിരുന്നു. ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ അതവിടെ കേൾക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു തീർപ്പില്ല. പക്ഷേ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെ ഞാൻ നിരന്തരം കത്തുകൾ എഴുതുകയായിരുന്നു. ഒരിക്കൽ അങ്ങനെ എഴുതിയ കത്തുകൾക്കൊടുവിൽ ആ തവണത്തെ ഇന്ത്യ ടുഡേ മലയാളം വാരികയിൽ ഒരു കഥ കാണുകയാണ്. രാത്രിയുടെ അവസാനം എന്നായിരുന്നു ആ കഥയുടെ പേര്. രാത്രിയുടെ അവസാനത്തിൽ ഒരു പെൺകുട്ടിയുടെ കത്ത് വരികയാണ് അയാൾക്ക്. അപ്പോൾ അയാൾ ആ കത്തിൽ നോക്കിയപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ട്രൂമാൻ കപ്പോട്ടിയെ പോലുള്ള ഭാഷയൊക്കെയുള്ള കുട്ടിയാണ്, അമേരിക്കൻ റൈറ്ററായിട്ടുള്ള. അത് വായിച്ച ദിവസം ഞാൻ അനുഭവിച്ച ആനന്ദം പറയാൻ വയ്യ. എൻ്റെ കത്തിലെ വരികളും ആ കഥയോടുകൂടി ചേർത്ത് വച്ചിരുന്നു. കഥാകൃത്ത് കഥ എഴുതാനിരിക്കുന്ന ദിവസം അയാളെ തേടി ഒരു കൊച്ചു പെൺകുട്ടിയുടെ കത്ത് വരുന്നതാണ് ആ കഥയുടെ പ്രതിപാദ്യം. അങ്ങനെ അത് അന്ന് ലഭിച്ചൊരു ആനന്ദത്തെ പറ്റി എനിക്കിപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും തീരില്ല. ഞാൻ അതുവരെ വായിച്ചിട്ടുണ്ട് ചുള്ളിക്കാടിനെ പറ്റിയൊക്കെ ടി പത്മനാഭൻ എഴുതിയ കഥ, വനസ്ഥലി എന്നുള്ള ഒരു കഥ. വനസ്ഥലിയിലെ ചുള്ളിക്കാട് ഒരു രാഗം കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ ഫാക്റ്റിലെ ക്വാർട്ടേഴ്സിൽ വരുന്നതാണ്. അതുപോലെ രവിയുടെ കല്യാണം എന്നുള്ള കഥയിൽ പി.കെ. ഹരികുമാറിൻ്റെ കല്യാണത്തിന്, MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന പി.കെ. ഹരികുമാറിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നതാണ്. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തോട് സഹപ്രവർത്തകനായിരുന്നൊരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സമ്മതിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയവും അധ്വാനവും നിങ്ങളെപ്പോലുള്ളൊരു വലിയ എഴുത്തുകാരൻ, വലിയൊരു ഉദ്യോഗസ്ഥൻ മുടക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വായിച്ച് കോരിത്തരിച്ചിരുന്ന കഥകളിൽ ഞാൻ കഥാപാത്രമാവുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആനന്ദം. പിന്നീട് അദ്ദേഹം തൃശ്ശൂർ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ട്. അദ്ദേഹം തൃശ്ശൂർ വരുമ്പോഴൊക്കെ ഞാൻ ക്ലാസ് കെട്ടിയത്, അന്ന് കേരളോർമ കോളേജിലെ PG ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ് കെട്ടിയത് അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ട്. ഒരിക്കൽ അങ്ങനെ പോയി തിരിച്ചു വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ, കാലവർഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥ. നമുക്കറിയാം പത്മനാഭൻ്റെ കഥകളിൽ മഴ പല രാഗത്തിൽ, പല രൂപത്തിൽ, പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്മനാഭൻ്റെ കഥകളിൽ നിറയെ മഴയാണ്. 2 പത്മനാഭൻ്റെ കഥകളിൽ നിറയെ കുട്ടികളാണ്. അപ്പോൾ ഈ കാലവർഷം എന്ന കഥയിൽ പത്മനാഭനെ കാണാൻ ആ പെൺകുട്ടി വരികയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പരശുറാം എക്സ്പ്രസിൻ്റെ ഡോറിൽ നിൽക്കുമ്പോൾ അന്ന് മലയാളത്തിലെ പ്രശസ്ത നിരൂപകയായ മിനി പ്രസാദ് എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഇത് രേഖയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. അതായത് നേരത്തെ രാത്രിയുടെ അവസാനം എന്നുള്ള കഥയിലൂടെ എന്നെ പത്മനാഭനുമായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹബന്ധം മലയാളത്തിലൊരു നിരൂപക തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പം എനിക്ക് അദ്ദേഹത്തോട് ഞാൻ എന്നും ചോദിക്കാൻ ഭയമാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ മുൻചുണ്ടിക്കാരനാണ്. എനിക്കിതുപോലെ സ്നേഹം തന്നതുപോലെ തന്നെ എന്നോട് പലതവണ വഴക്കിട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വലിയ സംഘർഷമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. കാരണം അദ്ദേഹം ഏത് നിമിഷമാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല. ഞാൻ ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വരെ ഗസ്റ്റ് ലോഞ്ചിലിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. കാരണം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് എൻ്റെ കൂടെ എന്ന് എനിക്കറിയാം. അപ്പോൾ എങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു സൗകര്യം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തും ചോദിക്കാം.
അപ്പം ഞാൻ കൗതുകത്തോടു കൂടി ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കഥകളിൽ അന്ന് പറഞ്ഞല്ലോ, ഈ പെൺകുട്ടികളാണ്, എനിക്കൊരു കുട്ടി ഉണ്ടാവുന്നതെങ്കിൽ പെൺകുട്ടിയായിരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ശ്രദ്ധിക്കപ്പെട്ട കഥകൾ, അതായത് പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാവട്ടെ, ഗൗരിയാവട്ടെ, കടലാവട്ടെ, ഇതിലെല്ലാം നിറയെ ഏറ്റവും പ്രകാശം പരത്തുന്നത് സ്ത്രീകളാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം, ടി പത്മനാഭൻ ഒരു സ്ത്രീ പക്ഷപാതിയാണോ എന്നതാണ്. എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമാണ് എന്നത് സത്യമാണ്. പണ്ടുമാണ്, ഇപ്പോഴുമാണ്. സ്ത്രീകളെ സ്നേഹം മാത്രമല്ല, ബഹുമാനവുമാണ്. പക്ഷേ ഇതിനെതിരായ അഭിപ്രായമുള്ള ഫെമിനിസ്റ്റുകളും ധാരാളമുണ്ട്. കടൽ എന്ന സിനിമ കഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. സംസാരിക്കാനൊക്കെ അല്പം ആത്മകഥ പറയാം. ഇങ്ങനെയല്ല, വളരെ സ്ഫുടമായി ഭംഗിയായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഒരു 6-7 മാസം മുമ്പേ എനിക്ക് പൊടുന്നനെ ഒരു സ്ട്രോക്ക് വന്നു. സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിനാൽ ജീവൻ നഷ്ടപ്പെടാതെയിരുന്നു. വളരെ മാരകമായ ഒരനുഭവമായിരുന്നു അത്. അതിനുശേഷമാണ് സംസാരം ഇങ്ങനെയായത്. വളരെ ആയാസപ്പെട്ടിട്ട് വേണം സംസാരിക്കുവാൻ. രണ്ടഭിപ്രായമുണ്ട്. ഒരു വലിയ ഫെമിനിസ്റ്റ്, പേര് പറയുന്നില്ല, ഒരിക്കൽ ഒരു അവാർഡ് അവർക്ക് കൊടുക്കേണ്ടത് ഞാനായിരുന്നു. ഞാൻ വെറുതെ TV ഇങ്ങനെ ചാനൽ മറിച്ച് നോക്കുമ്പോൾ ഈ അമ്മയുടെ ഗർജനമാണ് കണ്ടത്. ഇയാളുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങലോ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ത്വക്ക് രോഗമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിങ്ങൾക്കുണ്ട്. ഞാനിതൊന്നും അറിയില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്നു. വേറൊരാളാണ് കൊടുത്തത്. ഞാൻ മുഖ്യ പ്രാസംഗികനായിരുന്നു. അപ്പോഴും ഞാനിതൊന്നും, ഈ നാടകമൊന്നും എനിക്കറിയാമായിരുന്നില്ല. പിൽക്കാലത്ത് വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അവാർഡ് തൃശ്ശൂരിൽ വെച്ച് ഇതേ ഫെമിനിസ്റ്റിന് കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം, അങ്ങനെ തന്നെ പറയാം, എനിക്ക് ലഭിച്ചു. അപ്പോൾ സാമാന്യം വലിയ തുകയുമായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമോ? ഈ മഹതി പഴയ കഥ മറന്നിട്ടില്ല.
അവർ പറഞ്ഞു, അന്നൊരു കോണ്ടക്സ്റ്റിൽ പറഞ്ഞതാണ്. ഈ വലിയ ഇംഗ്ലീഷ് വാക്കൊന്നും എനിക്ക് മനസ്സിലായി, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോഴാവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. വേറെ ഒരു ഫെമിനിസ്റ്റ് അല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ഫെമിനിസ്റ്റൊക്കെ നടിക്കും, അത്രയേ ഉള്ളൂ. അവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് എൻ്റെ കടൽ എന്നത്. അങ്ങ് തെക്കേ മലബാറിൽ എവിടെയോ ഒരു വാട്സാപ്പ് കൂട്ടായ്മ അവർ എനിക്കെഴുതി, ഇങ്ങനെ ഞങ്ങൾ ഇത്ര മാസം കൂടുമ്പോൾ ഒരു ചർച്ചയുണ്ട്, ആ ചർച്ചയിൽ ഇത്തവണ നിങ്ങളുടെ കടൽ എന്ന കഥയാണ് എന്ന്. ഞാൻ പറഞ്ഞു, നല്ലത്, നിങ്ങൾ ചർച്ചിച്ചോളൂ എല്ലാ ഭാവുകങ്ങളും എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നീട് കണ്ടു ഈ വേറെ ആൾ കാണിച്ച എന്താ, എനിക്ക് ഫേസ്ബുക്ക് അത് ആ പ്രവൃത്തികളൊന്നും അറിയില്ല, ഇന്ന് വരെ ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുമില്ല. ഇവർ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, ഇവർക്കൊക്കെ ഭ്രാന്താണ്. ടി പത്മനാഭൻ്റെ ഇത്തരം കഥകളെക്കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ച ഈ പുതിയ കാലഘട്ടത്തിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ കാലഘട്ടത്തിനനുസരിച്ച് കഥയും സാഹിത്യമൊക്കെ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. രാമായണം ഇപ്പോഴും ആൾ വായിക്കുന്നുണ്ട്, മഹാഭാരതം വായിക്കുന്നുണ്ട്. മഹാന്മാരായ ടോൾസ്റ്റോയുടെയും വിക്ടർ ഹ്യൂഗോവിൻ്റെയും ഒക്കെ അവരൊക്കെ ഇന്ന് ജീവിക്കുന്നവരാണോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഫെമിനിസ്റ്റുകളുമുണ്ട്. നമുക്ക് വേണമെങ്കിൽ സമയ ദൗർബല്യം കൊണ്ട് അവർ മറക്കാം. എനിക്കിഷ്ടമാണ് പെൺകുട്ടികളെ. എനിക്ക് രേഖ പറഞ്ഞത് സത്യമാണ്. ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുട്ടികളില്ല. ഒരു കുട്ടിയെ ദൈവം തരുന്നുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടി. ഇപ്പോഴും ആ വിശ്വാസമാണ്. പിന്നെ സ്ത്രീകളെ എന്നും എനിക്ക് ബഹുമാനമായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും കണ്ട് വളർന്നവരാണ്. ഇപ്പോഴും സ്നേഹമാണ്, അവരോട് കുസൃതിയൊക്കെ പറയും. ദേഷ്യം വന്നാൽ ഒരു അടിച്ചുവെന്നും വരും. പക്ഷെ അതിൻ്റെ അർത്ഥം എനിക്ക് സ്നേഹമില്ല എന്നോ അവരോട് വെറുപ്പാണ് എന്നൊന്നുമല്ല. സ്നേഹമുണ്ടെങ്കിലേ അടിക്കാനൊക്കെ കഴിയുകയുള്ളൂ. നമസ്കാരം. ലൈഫ് ഇമിറ്റേറ്റ്സ് മോർ ദാൻ ആർട്ട് ഇമിറ്റേറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞത് പ്രസിദ്ധ ഐറിഷ് കവിയും നാടകകൃത്തുമായ ഓസ്കാർ വൈൽഡാണ്. അത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യ ചരിത്രത്തിലെ കുലപതിയായ ടി പത്മനാഭൻ്റെ കഥകളെ, സർഗാത്മക ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോഴാണ്. എപ്പോഴും ആത്മാംശമുള്ള കഥകളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം 21-ാമത്തെ വയസ്സിലാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ എഴുതുന്നത്. ഈ 96-ാം വയസ്സിലും പ്രകാശം പരത്തുന്ന പെൺകുട്ടി വളരെ പ്രസക്തമാണ്. അതുതന്നെയാണ് പത്മനാഭൻ്റെ ഒരു രാഷ്ട്രീയം. ലോകത്തിലെ എല്ലാ ജനങ്ങളെയും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ചേർത്ത് പിടിച്ച് നിർത്തുന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഗസയിലെ കുട്ടികൾ, മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഗസയിലെ കുട്ടികൾ ഏറ്റവും അധികം
ചർച്ച പെടുന്നതും ആ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ തൊട്ടു മുന്നേ പ്രകാശനം ചെയ്ത ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ആദ്യത്തെ പ്രതിഫലം കലാകൗമുദിയിൽ ഞാൻ 100 രൂപ പ്രതിഫലം ചോദിച്ചു വാങ്ങിയ കഥാകൃത്താണ്. പക്ഷേ ഞാൻ അറിഞ്ഞത് ഗസയിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം 25,000 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്ര വലിയ ഒരു കഥയ്ക്ക് ഇത്ര വലിയ ഒരു പ്രതിഫലം വാങ്ങുന്ന എഴുത്തുകാരൻ ടി പത്മനാഭൻ തന്നെയാണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനൊരു പണക്കാരനല്ല. എൻ്റെ കാരണവന്മാരൊന്നും സമ്പാദിച്ച് തന്നിട്ടുമില്ല. എന്നെപ്പോലെ ഇല്ലായ്മ അനുഭവിച്ച ഒരു വ്യക്തി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അച്ഛനെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ സാമാന്യം നല്ല ഉദ്യോഗസ്ഥരായിരുന്നു. അച്ഛൻ്റെ കൂടെ അമ്മ മദ്രാസ് സിറ്റിയിലും മദ്രാസിലെ പല ദിക്കുകളിലും ജോലിക്ക് അച്ഛൻ പോയപ്പോൾ ഒന്നിച്ച അമ്മയും ഉണ്ടായിരുന്നു. ആ പഴയ കാലത്ത് അമ്മക്ക് സാമാന്യം നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. എന്താ ചോദിച്ചത്? കഥയിലെ പ്രതിഫലത്തിനെ കുറിച്ച്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എഴുതിയിട്ടില്ല. എനിക്ക് ആദ്യം മാതൃഭൂമിയിൽ നിന്ന് കിട്ടിയത് 7.5 ഉറുപ്പികയായിരുന്നു. 7.5. അന്ന് അരേൻ്റെയൊക്കെ കണക്ക് മാതൃഭൂമിക്കുണ്ടായിരുന്നു. അത് പതുക്കെ വർദ്ധിച്ചു. അപ്പോഴും ഞാൻ വളരെ കുറച്ച് കഥകളെ എഴുതിയിട്ടുള്ളൂ. പണത്തിനാവശ്യമുണ്ട്, പക്ഷെ ഒരിക്കലും പണത്തിന് വേണ്ടി കഥകൾ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയ കഥക്ക് 25,000 കിട്ടി എന്ന് പറയും. അത് സത്യമാണ് എന്ന് വെച്ചിട്ട് ഞാൻ തുരുതുരെ കഥകൾ എഴുതാൻ പോകുന്നില്ല. 48 മുതൽ കഥ എഴുതാൻ തുടങ്ങി. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ. നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. ഈ കാലത്തിനിടക്ക് ഞാൻ എഴുതിയ കഥകൾ ഒരു 200 തികയുമോ എന്ന് സംശയം. എൻ്റെ കൊച്ചുമകൻ്റെ പ്രായമായിട്ടുള്ളവർ 700 കഴിഞ്ഞവരുണ്ട്. 700 കഴിഞ്ഞവരുണ്ട്. എനിക്ക് കഴിയില്ല. പിന്നെ വേറൊന്ന്, ചിലർ അല്പം പുച്ഛരസത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓണക്കാലത്ത് പത്മനാഭൻ തുരുതുരെ കഥകൾ വാർത്തെടുക്കും. അത് സത്യമല്ല. കഥകൾ എപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏത് നിമിഷം വേണമെങ്കിൽ എനിക്കത് റിട്രീവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഓണക്കാലത്ത് ദേശാഭിമാനി വാരികയിൽ എഴുതിയ കഥ എൻ്റെ മനസ്സിൽ എഴുതിയത് 34 കൊല്ലങ്ങൾക്ക് മുമ്പായി. അതും ഞാൻ പിന്നീട് ഒരു ലേഖനത്തിൽ പറഞ്ഞു. 34 ഒരു ഗൾഫ് രാജ്യത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. ഇത്തരം അനുഭവങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ
ഇടുന്നു. വേണ്ട സമയത്ത് ഞാനത് റിട്രീവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ 1,00,000 തന്നു എന്ന് പറഞ്ഞാലും എനിക്കൊന്ന് വാർക്കാൻ കഴിയില്ല. എന്ന് വെച്ച് എൻ്റെ കഥകൾ വളരെ മികച്ചതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അധികം എഴുതിയിട്ടില്ല. ഇത്രയും കൊല്ലം 10-75 കൊല്ലത്തിലധികം ആയി എഴുത്തു തുടങ്ങിയിട്ട് ഒരു 200 കഷ്ടിച്ച് 200 കഥകൾ എഴുതിയിട്ടുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷവുമുണ്ട്. എൻ്റെ നിധിശാല സുഖമ എന്ന കഥയിൽ രാമനാഥൻ എന്ന പ്രശസ്തനായ ഒരു എഞ്ചിനീയർ തൻ്റെ ശിഷ്യനായ മറ്റൊരു കുമാർ എന്ന എഞ്ചിനീയറോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും, സത്യത്തിൽ ആ രാമനാഥൻ ഞാനാണ്, അല്പം രോമമേ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ളൂ, ഓർക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കുന്നു. കുമാറും അറിയുന്ന ആളാണ്, അദ്ദേഹവും പോയി, ഞാനേ ബാക്കിയുള്ളൂ. കുമാർ എന്ന് വിളിച്ച് രാമനാഥൻ പറയുന്നു, ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടില്ല. സത്യമാണ്, ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി ചെയ്ത ജോലിക്ക് പണം വാങ്ങിയിട്ടുണ്ട്, ചെയ്ത ജോലിക്ക് പണം, പക്ഷെ ഒരിക്കലും പണത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. കുമാർ ഒരു വലിയ തുകക്കുള്ള ചെക്കുമായിട്ടാണ് രാമനാഥൻ്റെ അടുക്ക പോകുന്നത്. രാമനാഥൻ ആ ചെക്ക് സ്വീകരിക്കുന്നില്ല. അയാൾ ചെയ്ത പ്രവൃത്തിക്കല്ല അത്, അയാൾ പറഞ്ഞു കൊടുത്തിന്, നീ ഇങ്ങനെ ചെയ്യൂ, അപ്പോൾ അത് ശരിയാവും, അപ്പോൾ അത് ശരി. രാമനാഥൻ പറഞ്ഞതുപോലെ കുമാർ ചെയ്തു, അത് ശരിയായി. എൻ്റെ ആദർശം തന്നെയാണ് അത്. ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി ചെയ്തിട്ടില്ല ഒന്നും, പക്ഷെ ചെയ്ത ജോലിക്ക് ചിലപ്പോൾ കാശ് വാങ്ങും. അങ്ങ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന്. പക്ഷേ അങ്ങയുടെ കേരള രാഷ്ട്രീയത്തിലെ സുഹൃത്തുക്കളെ നോക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, അങ്ങ് പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, EP ജയരാജന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. പക്ഷെ പലപ്പോഴും കോൺഗ്രസ്സുകാരിൽ അങ്ങയ്ക്ക് അത്തരം ആത്മബന്ധങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? പിന്നെ യാദൃച്ഛികമായിട്ട് ഇതിനോട് സന്ദർഭത്തിൽ പറയാനുള്ളതാണ്, ഒരിക്കൽ നമ്മളെ സതീശൻ പാച്ചേനിയുടെ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് സതീശൻ പാച്ചേനിയുടെ ഭാര്യ യാദൃച്ഛികമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ DCC ഓഫീസിന് അന്ന് പണമില്ലാതെ വന്ന് സതീശൻ വലിയൊരു പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ അങ്ങ് 1-2 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച കാര്യം. പക്ഷേ പ്രകടമായിട്ട് നമ്മൾ നോക്കുമ്പം അങ്ങയുടെ സുഹൃത്തുക്കളെല്ലാം ഇടതുപക്ഷത്താണ്. അത് എന്തുകൊണ്ടാണ്? ഞാൻ അന്നും ഇന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്, ഒരിക്കലും അത് ഒളിച്ചു വെച്ചിട്ടില്ല. 1943 ഞാൻ ഖദർ ധരിക്കാൻ തുടങ്ങിയത്. ഈ ഡിസംബർ 3 വന്നാൽ ഞാൻ 97 കടക്കും. ഇപ്പോഴും ഞാൻ ഖദറാണ് ധരിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഖദർ ഷർട്ടും മുണ്ടുമായിട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അറബ് രാജ്യങ്ങളിൽ മുഴുവൻ
ഒന്നൊഴിയാതെ യാത്ര ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ തൊട്ട് മുഴുവൻ മുഴുവൻ UAE മാത്രം 21 തവണ 21. ബഹ്റൈനിൽ 6 തവണ. അങ്ങനെ ഏറിയും കുറഞ്ഞു 2ഉം 3ഉം ആയി എല്ലാ രാജ്യങ്ങളും, യൂറോപ്പ്, അമേരിക്ക, കാനഡ, എല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. കതർ ഷർട്ടും മുണ്ടും. ഞാൻ സഞ്ചരിച്ച പ്ലെയിനിലൊക്കെ മുണ്ടുടുത്ത ഏക വ്യക്തി ഞാൻ മാത്രമാണ്. അതും കതർ ഷർട്ടും കതർ മുണ്ടും. മരിക്കുന്നത് വരെ അത് തുടരുകയും വേണം. പിന്നെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം സ്നേഹമില്ലായ്മയാണ്. രേഖ പറഞ്ഞ പിണറായിയുമായിട്ടും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ടും EP ജയരാജനുമായിട്ടും എല്ലാവരോടും വളരെ വളരെ സ്നേഹമായിരുന്നു. ഒരിക്കൽ ഒരു മങ്കൻ എന്നോട് ചോദിച്ചു, 2016 ആദ്യമായി കോടിയേരിയുടെ മന്ത്രിസഭ വന്നു. 2016 അയാൾ എഴുതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ സഖാക്കളുടെ ഒക്കെ നടക്കുകയും അവരുമായി സ്നേഹമാവുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുറേ നേരം ചിരിച്ചു. ഞാൻ പറഞ്ഞു, കിട്ടിയിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരു സാഹിത്യ അക്കാദമി ചെയർമാൻ വരെ ആയിട്ടില്ലല്ലോ. ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വങ്കനെ. പക്ഷേ അറിയുന്നവർക്കറിയാമായിരുന്നു, അറിയുന്നവരുണ്ട്. കോടിയേരി കണ്ണൂരിൽ വന്നാൽ എൻ്റെ വീട്ടിൽ വരാതെ പോകില്ല. വരുമ്പോൾ എപ്പോഴും പാർട്ടി ഓഫീസിൽ നിന്നും ദേശാഭിമാനി ഓഫീസിൽ നിന്നുമൊക്കെ കുറച്ചാളുകൾ കോടിയേരിയുടെ ഒപ്പമുണ്ടാകും. ഒരൊറ്റ തവണ അദ്ദേഹം ഏകനായി എൻ്റെ വീട്ടിൽ വന്നു. 3/4 മണിക്കൂർ നേരം ഞാനുമായി സംസാരിച്ചു. ഈ ഏകനായി വന്നതിനും ഈ 3/4 മണിക്കൂർ സംസാരിച്ചതിനുമൊക്കെ ഒരു വലിയ ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2016 അന്ന് കോടിയേരി മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. നിങ്ങൾ പുതിയ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാവണം. ഞാൻ കോടിയേരിയോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതുമായിട്ട് പറഞ്ഞത്? അദ്ദേഹം പലതും പറഞ്ഞു. ഞങ്ങൾ ഇടപെടുകയില്ല, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും, അങ്ങനെ പലതും. ഞാൻ പറഞ്ഞു, തൊഴുതിട്ട് പറഞ്ഞു, സഖാവേ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. കോടിയേരി എഴുന്നേറ്റ് പറഞ്ഞു, വരുമ്പോൾ തന്നെ റിയാക്ഷൻ ഇതായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിയാതെ വന്നതുമല്ല, പക്ഷേ ക്ഷണിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ നല്ലത്, വളരെ നല്ലത്. ഈ ആജന്മ വിപ്ലവകാരികൾ
പേര് പറയുന്നില്ല. ആജന്മ വിപ്ലവകാരികൾ, ഊണിലും ഉറക്കത്തിലും വിപ്ലവം മാത്രമുള്ളവർ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പദവി കൈവശം ഒതുക്കുന്നത്. എന്ത് അപമാനവും സഹിച്ചിട്ട് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നില്ലേ. ഇനി എനിക്ക് വേറെ സ്നേഹിതന്മാരില്ല. എൻ്റെ ആത്മസുഹൃത്താണ് AK ആൻ്റണി, ആത്മസുഹൃത്ത്. ആ സൗഹൃദം വളരെ പഴയതാണ്, വളരെ പഴയതാണ്. ഇപ്പോഴും വിളിക്കും, ഇപ്പോഴും സംസാരിക്കും. വളരെ ഗാഢമായ ബന്ധം. അങ്ങനെ പലരുമുണ്ട്. പുതിയ തലമുറയിൽ അവരെ കാലത്തും ഒന്നിനും ഞാൻ പോയിട്ടില്ല, യാതൊന്നിനും പോയിട്ടില്ല. പിന്നെ ചിലരോടും ഇനിയും സമയമുണ്ടല്ലോ, 97 ആയിട്ടുള്ളൂ, ഇനിയും സമയമില്ലേ, ദർ ഇസ് സ്റ്റിൽ ടൈം. ഇടയ്ക്കൊരു ഇംഗ്ലീഷും പറയാം. ടി പത്മനാഭൻ്റെ കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ്. അത് അനശ്വര കഥാപാത്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും നേരത്തെ കഥാകാരിയായിട്ടുള്ള K. രേഖ സംസാരിച്ചല്ലോ. അവരെക്കുറിച്ച് പറഞ്ഞത് പ്രഭാതപുഷ്പം പോലെയുള്ള പെൺകുട്ടി എന്നാണ് ടി പത്മനാഭൻ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ എന്നെയും കഥാപാത്രമാക്കി 4 കഥകൾ ടി പത്മനാഭൻ എഴുതിയിട്ടുണ്ട്. കമല, എൻ്റെ മകൾ, മായാമാളവ ഗൗളം, കെട്ടുകഥ, സത്രം, അങ്ങനെയുള്ള കഥകളൊക്കെ തന്നെയും. പക്ഷേ ഇതിലൊക്കെ തന്നെയും എനിക്ക് കാണാൻ പറ്റുന്നത് ടി പത്മനാഭൻ്റെ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു അന്ത്യമില്ല. ഒരു കഥ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ആ കഥാപാത്രം തീരുന്നില്ല. അടുത്ത കഥയിൽ ആ കഥാപാത്രം വീണ്ടും പുനർജനിക്കുകയാണ്. ഗൗരിയുടെ തുടർച്ച നമുക്ക് കടലിൽ കാണാം. കടലിലെ തുടർച്ച ഇപ്പോൾ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുണ്യം എന്നുള്ള കഥയിൽ കാണാം. അതുപോലെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മഴമേഘങ്ങളെ എത്തിപ്പിടിക്കുന്ന പെൺകുട്ടി എന്നുള്ള കഥയിൽ കാണാം. അങ്ങനെ കഥാപാത്രങ്ങൾ ഒരിക്കൽ കഥാപാത്രത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രം അങ്ങനെ കഥകളിൽ കൂടെ നിരന്തരം ഈ 97 വയസ്സിലും ടി പത്മനാഭനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്തെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ സീക്രട്ടാ, പറഞ്ഞു കൊടുക്കൂല. ഞാൻ നേരത്തെ എൻ്റെ സുഖക്കേടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ വായിക്കാൻ വിഷമമാണ്. ഒരു ഉച്ച വരെ വളരെ വിഷമമാണ്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തെളിയും. മഹാഭാഗ്യത്തിന് കണ്ണൂർ 6-7 ഏറ്റവും പ്രശസ്തമായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, ഇവരാരും വായനക്കാരാണെന്ന് തോന്നുന്നില്ല. എൻ്റെ ഭാഗ്യത്തിന് അവർക്ക് മിനിറ്റുകൾക്കിടയിൽ ആയിരക്കണക്കിന് പണം സമ്പാദിക്കുന്നവർ. എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരും, നയാ പൈസ പ്രതിഫലം വാങ്ങാതെ. ചിലർ വരുമ്പോൾ വലിയ പോഷകവസ്തുക്കളുമായിട്ടാണ് വരിക. ചിലർ വരും എൻ്റെ ശരീരവും ഇതൊക്കെ നന്നാക്കണം എന്ന ഒരു വിശ്വാസത്തിൽ. ഞാൻ ഈ സുഖക്കേടിനും
എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. ഓർമ്മക്ക് വിഷമമില്ല, എഴുതാൻ വിഷമമില്ല, വലത് കൈ നിർബാധം എഴുതാൻ കഴിയും. ഗസയിലെ കുട്ടികളുടെ ആ കൈപ്പട മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു ഫുൾ പേജിൽ വന്നിന്, നോക്കിക്കോളൂ. ഒരു വിഷമവുമില്ല, ഒരു വിഷമം. ഇതിപ്പോൾ ഇന്ന് 27 അല്ലേ, 24-ാം തീയതി ഞാൻ മാതൃഭൂമിക്കൊരു കഥ അയച്ചിട്ടുണ്ട്. എനിക്കും എത്ര കഥ വേണമെങ്കിൽ എനിക്ക് റിട്രീവ് എടുക്കാൻ കഴിയും. കാണുന്നതൊക്കെ കഥയാണ്. ഇന്നലെയാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നത്. ഒരു 70 വയസ്സ് കഴിഞ്ഞ സ്ത്രീ, നല്ല മുഖപ്രസാദമാണ്, നടക്കാൻ കഴിയില്ല, വടി പിടിച്ചിട്ടാണ്. വിമാനത്തിൽ കയറിയപ്പോൾ അവർ എൻ്റെ അടുക്കുകയാണ്. അവർ വിമാനത്തിലേക്ക് വന്നത് വീൽ ചെയറില്ല. ലൗഞ്ചിൽ നമ്മൾ വിമാനം കാത്തു നിന്നപ്പോൾ അവർ എന്നെ ശ്രദ്ധിച്ചു. ബാല്യത്തിൽ നല്ല സുന്ദരിയായിരിക്കും, എന്നെ ശ്രദ്ധിച്ചു. അവർ ഈ വടി ശക്തിയായി നിലത്ത് ഊന്തി എൻ്റെ അടുക്ക വന്ന് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് അടക്കി നിർത്താൻ കഴിയാത്ത സ്നേഹമായിരുന്നു. രാമചന്ദ്രൻ എൻ്റെ സഹായി ഇതിനെല്ലാം സാക്ഷിയായിരുന്നു. അവർ പറഞ്ഞു, ഇപ്പോഴും ഞാൻ വായിക്കും, ഇപ്പോഴും ഞാൻ സഞ്ചരിക്കും, വീട്ടിലുള്ളപ്പോൾ ടി വിയിൽ വാർത്തകൾ മുഴുവൻ കാണും, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുകയല്ലേ ഞാൻ പേര്. ഇപ്പോഴും അവരിടയ്ക്കിടയ്ക്ക് വിദേശത്ത്, മക്കളൊക്കെ വിദേശത്താണ്, ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുന്നു. ധാരാളം പൊന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും മക്കള് മുഴുവൻ പേരും വിദേശത്താണ്. പെണ്ണുങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും പോകുന്നത് എവിടത്തേക്കാ? ഒറ്റയ്ക്കേ പോവുള്ളൂ. പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ആ പേരിൽ ഒരു കഥ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എഴുതാം. കഥയായി കഴിഞ്ഞിരിക്കുന്നത്. അത് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ വെച്ചോ ഇവിടെ വെച്ച് തന്നെയോ എഴുതാൻ കഴിയും. ദേശാഭിമാനിയിൽ 34 കൊല്ലത്തിന് ശേഷം കഥ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞത് അതുപോലെയാണ്. വിഷമമൊന്നുമില്ല. സ്ട്രോക്കിനും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മാതൃഭൂമിയോട് പറഞ്ഞിരുന്നു, ഈ കഥ ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചാൽ മതി. ജനുവരിയിൽ, പുതിയ കൊല്ലല്ലേ, എൻ്റെ വക ഒരു സംഭാവന. പിന്നെ മറ്റൊരു കാര്യം, വളരെ ചെറുപ്പത്തിൽ തന്നെ അംഗീകാരം ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്.
ഏറ്റവും വലിയ ആൾക്കാരുടെ ഏതെങ്കിലും 100ാം ക്ലാസ്സുകാരൻ്റെ അല്ല, കാലത്തിയുടേതുമല്ല. അതേസമയം ഞാനൊന്നുമല്ല, വട്ടപൂജ്യമാണ്, ഞാൻ മോഷ്ടാവാണ്, പത്മനാഭൻ്റെ ഒരു കഥ വായിച്ചാൽ മാത്രം മതി, എല്ലാ കഥകളും അതിൻ്റെ പകർപ്പാണ് എന്നൊക്കെ പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. പലരും ക്ഷീണിച്ചു, ഏശുന്നില്ല, പറഞ്ഞിട്ട് ഏശുന്നില്ല. മാധവിക്കുട്ടിയെക്കുറിച്ച് മലയാളത്തിൽ വന്ന പുസ്തകത്തിന് കണക്കില്ല. എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് മാധവിക്കുട്ടിയെക്കുറിച്ചുണ്ട്. മാധവിക്കുട്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, ഏറ്റവും അടുത്ത കെട്ടിപ്പിടിക്കുന്ന സുഹൃത്തായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് തരുന്ന സുഹൃത്തായിരുന്നു. അവർ മതം മാറിയതിന് ശേഷവും ഈ ബന്ധത്തിന് ഒരു വിച്ഛിത്തിയും ഉണ്ടായിരുന്നില്ല. ഞാൻ തമാശക്ക് പറയും, ഇനി നിങ്ങളുടെ അടുക്കൽ ഞാൻ വരില്ല, എനിക്ക് മത്സ്യമാംസം ഇതൊന്നും പറ്റില്ല. എന്താ പറയുന്നു പത്മനാഭൻ, നാലപ്പാട്ട് ജനിച്ച ഞാൻ മത്സ്യമാംസം കഴിക്കും? ഏയ്, അത് വിചാരിക്കാൻ തന്നെ. അതിന് ശേഷവും അവരെടുക്ക പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നൂற்றுകണക്കിന് ബുക്ക് അവരെക്കുറിച്ചുണ്ട്. ഒരൊറ്റ ബുക്കിൽ പോലും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരൊറ്റ ബുക്കിൽ പോലും മാധവിക്കുട്ടി എനിക്ക് തന്ന എൻകോപിയം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എൻ്റെ പേരേ ഉണ്ടാവില്ല, എൻ്റെ പേരേ ഉണ്ടാവില്ല. എനിക്കറിയാം അതെന്തുകൊണ്ടാണ്. രേഖ കണ്ടിട്ടുണ്ട്, വായനയില്ലല്ലോ, അതുകൊണ്ടാണ്. മാധവിക്കുട്ടി ഒരിക്കൽ എഴുതി, അന്ന് ഞാനും മാധവിക്കുട്ടിയും ചങ്ങാതിമാരായിരുന്നില്ല. പതിവ് പോലെ ഓണക്കാലത്ത് വിശേഷാൽ പ്രതികൾ ധാരാളം വന്നു. എല്ലാറ്റിലും പത്മനാഭൻ ഒന്നാമൻ, എല്ലാറ്റിലും പത്മനാഭൻ ഒന്നാമൻ. ഗുരുവായൂർ കേശവൻ നയിക്കുന്നു, ബാക്കി ആനകൾ പിറകെ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ, ഒരു ദുഃഖം. പത്മനാഭൻ്റെ ഔന്നത്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. ഇപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അടുത്ത ജന്മത്തിലെങ്കിലും പത്മനാഭൻ്റെ ഔന്നത്യം എനിക്ക് തട്ടിയെടുക്കണം. രേഖ വായിക്കണം. അത് മാധവിക്കുട്ടിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ഒരു മാന്യനും പത്മനാഭൻ്റെ പേരും പറഞ്ഞിട്ടില്ല. മാധവിക്കുട്ടി പ്രസംഗിച്ചതല്ല, എഴുതിയതാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ആദ്യം കിട്ടിയത് കേസരി ബാലകൃഷ്ണപിള്ളയിൽ MP ശങ്കുണ്ണി നായർ ജീവിച്ചിരുന്ന കാലത്ത് മലയാളം കണ്ട ഏറ്റവും വലിയ നിരൂപകൻ ശങ്കുണ്ണി നായർ എഴുതി. അഭിഭാഷക വൃത്തി നോക്കുന്നു ഈ ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരമാണ് പറയുന്നത്, ഭോഷ്കല്ല താനും. ഇവരുടെ അടുക്ക പോയി കാല് തിരുമ്പി കരഞ്ഞ് നിലവിളിച്ച് എഴുതിച്ചതല്ല. അങ്ങനെ കാല് തിരുമ്പി കൊടുത്താലും അവർ എഴുതുന്നവരുമല്ല. നമുക്ക് തീർക്കാൻ സമയമായി അല്ലേ? ആ സിലിപ്പിൻ്റെ അർത്ഥം
നമസ്കാരം സാർ. അങ്ങ് കേരള സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ വാങ്ങിയിട്ടില്ല. പക്ഷേ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് വാങ്ങി. ഇല്ല, വാങ്ങിയിട്ടില്ല. അല്ല, പക്ഷേ KC ജോസഫ് സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വിശിഷ്ട സമഗ്ര അല്ല, വിശിഷ്ട രണ്ടാണ്. രണ്ടാണ് കറക്റ്റ്. അത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വാങ്ങിച്ചാണെന്ന് പറഞ്ഞത് ശരിയാണോ? അത് ഉമ്മൻചാണ്ടി അല്ല, KC ജോസഫുമായിട്ട് ദീർഘകാലത്തെ സ്നേഹബന്ധ. ജോസഫ് പറയുമ്പോൾ സ്വീകരിക്കാണ്ട് കഴിയില്ല. ഉമ്മൻചാണ്ടിയായിട്ടും വളരെ സ്നേഹം. ഇതിൽ നിന്ന് വലിയ കാശൊന്നുമില്ല. ഈ നമ്മൾ കഥ വായിക്കുന്ന സമയത്ത് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഒരു ടച്ച് കൂടി പണിതിരുന്നുവെങ്കിൽ ഈ കഥ കുറേ കൂടി നന്നാകുമായിരുന്നു എന്ന് പപ്പേട്ടൻ്റെ ഒരു കഥയെക്കുറിച്ചും ഒരു വായനക്കാരനോ നിരൂപകനോ വിമർശകനോ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. കഥ ടോട്ടലായി മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ ആ ക്രാഫ്റ്റിനെ പറ്റി ഒരു വിരോധവും. അപ്പം അതുകൊണ്ടാണ് എന്താ പറയുക, അത്ര കൃത്യമായ കൈക്കണക്ക് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശ്രീകലൻ നേരത്തെ പറഞ്ഞു പെരുന്തച്ചൽ എന്താണ് ഇതൊരു ഇത് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നിൽക്കുന്ന ഒരു ഘടന രൂപം തന്നെയാണ് ഇത്. യഥാർത്ഥത്തിൽ ഇത് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇതെങ്ങനെയാണ് സ്വയം ഈ ഒരു പെരുന്തച്ചൻ ലെവലിലേക്ക് ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഉയർന്നത് എന്നാണ്. അപ്പം അത് സ്വയമേവയുള്ള മനനം കൊണ്ടാണോ അതല്ല? ഒരെഴുത്തുകാരന്, എല്ലാ മനുഷ്യർക്കും, എഴുത്തുകാരന് മാത്രമല്ല, സത്യസന്ധത വേണം. ഷേക്സ്പിയർ എന്ന ഒരു കവി ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലല്ല, സായിപ്പിൻ്റെ നാട്ടിലാണ്. വളരെ വലിയ ആളായിരുന്നു. ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു കവിയാണ്. കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലും താമസിച്ച വീട്ടിലുമൊക്കെ പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്നൊരു വാചകമുണ്ട്: ബി ട്രൂ ടു ദൈൻ ഓൺ സെൽഫ്. നീ നിന്നോട് സത്യസന്ധത പുലർത്തുക. അങ്ങനെ സത്യസന്ധത പുലർത്തുമ്പോൾ മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കും. ഒരെഴുത്തുകാരന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ധർമ്മമാണ് എഴുത്തുകാരൻ്റെ സത്യസന്ധത. അതെനിക്കുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ കഥയാകും. പിന്നെ സത്യസന്ധത, ബാക്കി എഴുത്തുകാർക്കൊക്കെ സത്യസന്ധതയില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. OV വിജയനെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽപ്പെടുത്താം. വളരെ ചുരുക്കം സാഹിത്യകാരന്മാരെ ഞാൻ അങ്ങോട്ട് എന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ പരിചയപ്പെട്ട ആ ചുരുക്കത്തിൽ പെടുന്ന ഒരാളാണ് OV വിജയൻ.